വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്കൊന്നും പല സൈസ് വട്ടും കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക. എന്നാലും മാത്രം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റിമേറ്റ് എനിക്ക് പുള്ളിക്കാരനോട് അന്നും ഇല്ല, എനിക്ക് ഇന്നും ഇല്ല. വൃത്തികെട്ട തള്ള, അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ചുംബനത്തിന്റെ ഒരു സ്മൈലി അതൊന്നും അയച്ചിട്ടില്ല, ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്, സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ശരിക്കറിയാം എന്ന് വെച്ചാൽ എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ആളാണ്. എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഒരു സ്മൈലി ചുംബനത്തിന്റെ സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. ഞാനത് ചോദിക്കരുതായിരുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉമ്മ അതിന്റെ ഒരു നമ്മൾ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്, അതെന്റെ ഒരു സ്നേഹപ്രകടനം. ദാറ്റ്സ് ഓൾ. കാരണം ഇത് പൊതുസമൂഹം ഞാൻ പറയാം. അപ്പൊ അതിനർത്ഥം എന്താ? അതല്ല, അത് തുറന്നു പറഞ്ഞ നന്നായി. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. അതെ, ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ഞാൻ ഈ മോൾക്ക് വേണമെങ്കിൽ മോളെ കൊടുക്കും. അത് എന്റെ ഒരു സ്നേഹപ്രകടനം. അതിന് പ്രേമമായിട്ടോ കാമമായിട്ടോ കാണരുത്. അതെ, എനിക്ക് മനസ്സിലായി. ഈ മുകേഷ് എവിടെയാണോ, മുകേഷ് എടുത്ത് ഞാനും ചെല്ലുമായിരുന്നു. പക്ഷെ മുകേഷ് തന്നിട്ടില്ലേ? നമ്മൾ 25,000 രൂപ ആദ്യം ചോദിച്ചു, പിന്നീട് 1,00,000 രൂപ കസിൻ ചോദിച്ചു. ഒരു രൂപയും തന്നിട്ടില്ല. 1 രൂപ പോലും മിനുവിന് പുള്ളിയെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല. നുണ പറയാം, അതിൽ വിശ്വസനീയത വേണം. ഇല്ല, ഒരു 5 പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല. എന്താ വേണ്ടത്? വീണെടുത്ത് കിടന്ന് ഉരുളരുത്. മെമ്പർഷിപ്പ് അത്രേ ഉള്ളായിരുന്നു. പക്ഷെ ഇവര് തരില്ല. സമൂഹത്തിന് വേണ്ടി, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖംമൂടി എല്ലാം ഞാൻ എടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഞാൻ ഇനി എല്ലാ സത്യവും ഞാൻ പറയാൻ തീരുമാനിച്ചു.